നേരിട്ട് ജലീലിനെ പിഴച്ചു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നത് രക്ഷിതാക്കളും കുട്ടികളുമായിരുന്നു. കുട്ടികളുടെ അഭിപ്രായം ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാണക്കേടുണ്ടായി കുട്ടികൾക്ക് എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ആരോപണം. അവർക്ക് മാനഹാനി നേരിട്ടു എന്നുള്ളത്. മാനഹാനി നേരിട്ടു എന്നത് നിലവിൽ പറയേണ്ടത് ആരാണ്? ഒന്ന് ആ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഇല്ല. ഇനി കുട്ടികൾ മൈനർ ആയതുകൊണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അങ്ങനൊരു പരാതിയുണ്ടോ? രക്ഷിതാക്കൾക്ക്, ഗാർഡിയൻ എന്ന നിലയിൽ ആ രക്ഷിതാക്കൾക്കും അങ്ങനൊരു പരാതിയില്ല. പിന്നെ ഈ കുട്ടികൾക്ക് നാണം വന്നെന്നും അവർക്ക് മാനഹാനി സംഭവിച്ചു എന്നും പറയുന്നത് ആരാണ്? പുറത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതുകൊണ്ട് അത് മാനഹാനി സംഭവിച്ചു എന്ന് കുട്ടികൾക്ക് തോന്നാത്തിടത്തോളം, മാനഹാനി സംഭവിച്ചു എന്ന് രക്ഷിതാക്കൾക്ക് തോന്നാത്തിടത്തോളം കാലം ജലീലിന് പിഴച്ചോ എന്ന ചോദ്യത്തിന് പിഴച്ചില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, എന്താണ് കുട്ടികളുടെ അഭിപ്രായം? അതിൽ ആ ആൺകുട്ടി പറയുന്ന വാചകം ഇങ്ങനെയാണ്: ഇത് അപമാനമായിട്ട് തോന്നിയിട്ടില്ല, ചെവിയിൽ പിടിച്ചു, പക്ഷേ അത് വേദനിച്ചിട്ടില്ല, നുള്ളിയിട്ടില്ല എന്നാണ്. നമ്മളും കണ്ടതാണ്. അത് വേദനിപ്പിക്കാനുള്ള ഒരു ചെവിയിൽ പിടിച്ച് വേദനിപ്പിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളത് ആയിരുന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. മിനിമം ലെവൽ ഓഫ് കോർപ്പറൽ പനിഷ്മെൻറ്റ്, അത് അപകടകരമല്ലാത്ത, ഏതെങ്കിലും തരത്തിൽ ടോക്സിക് അല്ലാത്ത തരത്തിലുള്ള മിനിമം ലെവൽ ഓഫ് കോർപ്പറൽ പനിഷ്മെൻറ്റ് ആകാം എന്നാണ് കേരള ഹൈക്കോടതി വിധി. ഹൈക്കോടതി വിധി ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നതാണ്. മിനിമം ലെവൽ മിനിമം ഞാൻ കോർപ്പറേറ്റ് പനിഷ്മെന്റിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥിയെ എത്രത്തോളം നിങ്ങൾക്ക് ശരീരത്തിൽ ഉപദ്രവിക്കാം എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി വിധിയാണ് കറക്റ്റ്. അത് ശരീരത്തിൽ തൊട്ടുള്ള ഒരു കളി ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ സ്നേഹശാസനമായിരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് തോന്നുന്നു. കുട്ടികൾക്ക് തോന്നുമ്പോൾ നമ്മൾ പറയണം അങ്ങനല്ല, കുട്ടിക്ക് മാനാപമാനം സംഭവിച്ചു എന്ന് മറ്റൊരാൾക്ക് പറയാൻ എങ്ങനെ കഴിയുക? അങ്ങനെയല്ലേ? എൻ്റെ അഭിമാനം അല്ലെങ്കിൽ എനിക്ക് മാനക്കേടുണ്ടായി എന്നുള്ളത് നിങ്ങളാണോ പറയുക? എൻ്റെ മാനക്കേട് എനിക്കല്ലേ തോന്നുക? എന്നെ ഒരു അധ്യാപകൻ ശാസിച്ചാൽ, അല്ലെങ്കിൽ അധ്യാപകൻ്റെ നിലയിലുള്ള ഒരാൾ ശാസിച്ചതായിട്ട് തോന്നിയാൽ അത് ഞാനാണ് അതിനകത്ത് മാനാപമാനം ഉണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത്. ഇനി ആൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്കൂളിൽ ഒരു സാറ് തെറ്റ് ചെയ്താൽ പറഞ്ഞു തരില്ലേ? അതുപോലെ തോന്നിയിട്ടുള്ളൂ. സ്കൂളിൽ ഒരു സാറ് തെറ്റ് ചെയ്താൽ അത് പറഞ്ഞു തരില്ലേ? അതുപോലെ തോന്നിയിട്ടുള്ളൂ എന്നാണ് ആ ആൺകുട്ടി പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് ആ അധ്യാപകൻ ടോക്സിക് ആയിട്ട് പെരുമാറി. അങ്ങനെ കുട്ടിക്ക് അഭിപ്രായമില്ല സാർ, ആ കുട്ടിയുടെ രക്ഷിതാവിന് അഭിപ്രായമില്ല സാർ. പിന്നെ ശരിക്കും നുള്ളിയിട്ടൊന്നുമില്ല, അത് തെറ്റാണ് ആ പറയുന്നത് എന്നതാണ് ആ ആൺകുട്ടി പറയുന്നത്. ഇനി ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഹിന്ദി A+ പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്ന സമയത്ത് മേൽവിലാസം ഹിന്ദിയിൽ എഴുതുന്നത് തെറ്റിപ്പോയി. അപ്പം A+ മാർക്ക് വാങ്ങിയ എല്ലാവരും മേൽവിലാസം ശരിയായിട്ട് എഴുതണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് നമ്മളുടെ ഒരു സങ്കല്പം. A+ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തെറ്റുകൂടാതെ എഴുതാനും പറയാനുമെങ്കിലും സാധിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഹിന്ദു വിദ്വാനോ ഹിന്ദു പണ്ഡിറ്റോ ഒന്നും ആകേണ്ടതില്ല. പക്ഷേ മിനിമം അങ്ങനെ എഴുതാൻ കഴിയണം എന്നുള്ളതാണ്. പക്ഷേ നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അതിന് കഴിയില്ലെന്ന് മാത്രമല്ല, MA കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പോലും സ്വന്തമായിട്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ല. ഇതാണ് വസ്തുത. പല കാര്യങ്ങളും നമ്മളിൽ നിന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാലങ്ങളായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ വീഴ്ചകളിലൊന്നാണ്. ഇന്നും നിങ്ങൾ പോയി MA പാസ്സായ ഒരു വിദ്യാർത്ഥിയോട് ഒരു കത്ത് ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയൂ, നിറയെ അബദ്ധങ്ങളായിരിക്കും. ആ കത്തിൽ തന്നെ അബദ്ധങ്ങളായിരിക്കും. ഇത് പരസ്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആ പെൺകുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. അപമാനമൊന്നുമല്ല, ജനറലായി പടിഞ്ഞോട്ടെ എന്നതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അധ്യാപകൻ ഒരു പേരൻ്റ് പോലെയല്ലേ, നെഗറ്റീവായ പോയിൻറ്റ്സ് ഒന്നും അതിലില്ല. മോട്ടിവേഷൻ പോലെ ചെയ്തിരിക്കുന്നൊരു പ്രസംഗമാണ്. പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ എന്നതാണ് രക്ഷിതാക്കളോടും പറഞ്ഞ പ്രസംഗത്തിൻ്റെ പൊരുൾ എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അതിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടൊന്നുമില്ല. തങ്ങളെ അപമാനിച്ചു എന്ന് തോന്നിയിട്ടില്ല. ഒരു അധ്യാപകൻ തിരുത്തുന്നത് പോലെ തിരുത്തിയിട്ടുള്ളൂ എന്നാണ് ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അവരുടെ രക്ഷിതാക്കൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം? അതാണ് ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം ഇന്ന് അതിനൊരു പത്രസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അപമാനം സംഭവിച്ചത് എപ്പോഴാണ്? വിദ്യാഭ്യാസ മന്ത്രി എഴുന്നേറ്റ് പറയുകയാണ് 9332 എന്ന നമ്പറിന് 9332 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അപമാനമുണ്ടാവും. യഥാർത്ഥത്തിൽ മാനഹാനി സംഭവിച്ചത് അവിടെയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇനി മറ്റൊരു മന്ത്രി വന്നിട്ട് അദ്ദേഹം, അതും കേരളത്തിൻ്റെയൊക്കെ ലോകത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തേണ്ട മന്ത്രി വന്നിട്ട് കേരളം എന്ന് എഴുതുമ്പോൾ കേരളം എന്നായി പോകുന്നു. അതൊക്കെ ഒരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതെങ്ങനെയാണത് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ക്യാമറകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെടുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത്. ഇതാ കുട്ടികളെ സ്നേഹശാസനയാണ് എന്നുള്ളതാണ് ആ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തോന്നുന്നത്. ഇനി ഇതൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ
ഒരു അധ്യാപകൻ എന്ന നിലയിൽ പരസ്യമായി നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെ അങ്ങനെ വേദനിപ്പിക്കാതെ മാറ്റി നിർത്തി നിങ്ങൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഉത്തമം. പക്ഷേ ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ, ഇവിടെ A+ വാങ്ങിയാലും മേൽവിലാസമോ കൃത്യമായിട്ട് ഹിന്ദിയിലോ ഒക്കെ പൂർണ്ണമായ പേരോ ഒന്നും എഴുതാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയില്ല എന്നുള്ളത് ഉദാഹരണ സഹിതം സമർത്ഥിക്കാനാവാം KT ജലീൽ അങ്ങനെ ഉപയോഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ജലീലിന് പിഴച്ചോ എന്ന ചോദ്യത്തിന് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അഭിപ്രായത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിഴച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മാത്രമല്ല, കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതിൽ ഒരു ദുഃഖമോ ഏതെങ്കിലും തരത്തിലുള്ള അപമാനമോ നേരിട്ടതായ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജലീൽ മാപ്പ് പറയുക എന്നതാണ്. ജലീൽ മാപ്പ് പറയാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചതോടുകൂടി ആ പ്രശ്നം വിടേണ്ടതാണ്. ബാക്കി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പോകുന്നത് ആരാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. MSF-ഉം യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് വിദ്യാർത്ഥികളുമാണ് ഇതിന് പിന്നിൽ. ഇപ്പോൾ ഇതൊരു വലിയ വിവാദ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. പരാതിയില്ലാതെ ഇതിനകത്ത് ഇനി എന്ത് കേസെടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് അത് അപമാനമായി തോന്നാത്തിടത്തോളം കാലം പിഴച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. Meet the editors.